ചാനൽ കാസ്ലോഗിലേക്ക് ഏർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്ന മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കിട്ടും. ഇപ്പോൾ നമ്മൾ വേണ്ട നെത്തോലിയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നെത്തോലി മൊത്തം നുള്ളിയിടാം. അപ്പോൾ നമ്മൾ നെത്തോലിയായിട്ട് കുറച്ച് നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നുള്ളിയിടാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് നല്ലപോലെ കഴുകാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ ചിരുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുമല്ല, ആവശ്യത്തിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പൂണാണ് നിങ്ങൾ എടുത്തെങ്കിൽ അങ്ങനെ ഇടാം. അതിലോട്ട് നമ്മൾ ഒരു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാവുള്ളൂ. ഒരുപാട് അരയരുത്. ഇതിനകത്തൊരു തരിതരാന്ന് പറഞ്ഞിരിക്കണം. നമ്മൾ മീനിലോട്ട് അത് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഉള്ളി അരച്ചെടുക്കാം. നമ്മളതിൽ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അവരവർക്ക് ആവശ്യമുള്ള എരി അനുസരിച്ചെടുക്കാം. അടുത്ത് നമ്മൾ കൊച്ചുള്ളി എടുക്കുന്നവരെ കൊച്ചുള്ളി എടുക്കും. നമ്മൾ കൊച്ചുള്ളി കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ സവാളയാണ് എടുക്കുന്നത്. മൂന്ന് സവാളയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമ്മളതാണ്ട് ഇഞ്ചിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇത്രയും കൂടി നമുക്കിനി അരച്ചെടുക്കാം. ഒരുപാട് അരച്ച് കളയല്ലേ, ഉടച്ച്. നമുക്കിത് ഈ അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അരയാനുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ച്. നമ്മൾ അപ്പം 3 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളിയും കൂടി അരക്കണമായിരുന്നു. ഇപ്പം നമ്മൾ ഓർത്ത് വെളുത്തുള്ളി ഇട്ടില്ലല്ലോ. ഇതിലോട്ട് ഇനി ഉപ്പാണ് ഇടുന്നത്. എല്ലാവരും ആവശ്യം അനുസരിച്ച് ഉപ്പ് ഇടണേ. മീനും അതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കണം. മിക്സ് ആക്കണം, ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളിത് ചട്ടി വെച്ച് ഗ്യാസും കത്തിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടാവട്ടെ. ഇപ്പം നമ്മൾ തക്കാളിയും കൂടി ഇടുവാണേ. തക്കാളി നമുക്ക് അല്ലാതെ അരക്കൊന്നും വേണ്ട, അല്ലാതെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോഴേക്കും നമുക്കിതാ ഇത് ചൂടാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഒന്ന് എടുത്ത് ചേർത്തിട്ടുള്ളൂ തക്കാളി. ഇപ്പം നമുക്ക് ഇതിലോട്ട് എണ്ണ വയ്ക്കാൻ ചൂടായിട്ടുണ്ട്. തീയും ജസ്റ്റ് ഒന്ന് കുറച്ച് ഇപ്പം നമ്മൾ എണ്ണ എല്ലാവരും ആവശ്യം അനുസരിച്ചാണ് എണ്ണ വയ്ക്കേണ്ടത്. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ഇടണം. കടുകൊന്ന് എടുത്ത് തരാമോ? നമ്മളിത് കടുക് ഇടുവാണേ. കറിവേപ്പില ഉണ്ട്. കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുക. ഇത്ര മതിയോ? നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
നമുക്ക് ഇതിലോട്ട് ഇതിട്ട് കൊടുക്കണം. നമുക്കടുത്ത് ഇതിട്ട് കൊടുക്കാം. ഇത് അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ചെളിയിൽ പോവാതെ നമുക്ക് തട്ടിക്കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാം. ഇനിയിപ്പോൾ അമ്മ ഞാൻ ചെയ്തതിന് ശരിയാവും. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ദാണ്ട് നല്ലപോലെ നമ്മൾ നല്ലപോലെ ഇളക്കിയാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അമ്മ വെള്ളം എടുത്തിട്ട് വരുവേ. അപ്പോൾ ദാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ഈ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളേ. ഇനി നമുക്കിത് ഇതിനെ അടച്ച് വെച്ച് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അടുത്ത് നമ്മൾ വെക്കാൻ പോണ രസമാണ്. നമ്മൾ 2 ഉള്ളിയാണ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സവാള 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ആണോ 2 തക്കാളിയാണ്? 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ നമുക്ക് അരച്ച് എടുക്കാം. ഇപ്പോൾ വേണ്ട ഇത് നല്ലപോലെ എന്തിനായി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി നോക്കാം എന്തോ ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അമ്മയോട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എന്താ ഇനി വെള്ളം പറ്റാനേ ഉള്ളൂ. വെന്ത് കേട്ടോ. ഇനി വെള്ളം പറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ രസത്തിൻ്റെ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാക്കിയിട്ട് ഇതിലോട്ട് എണ്ണ വയ്ക്കണം. നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇനി കുറേ ഇളക്കുമ്പോഴത്തേക്ക് അതൊക്കെ ചൂടാവേ. നമ്മൾ വെള്ളമയമൊക്കെ മാറി നല്ലപോലെ ചൂടായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളാണ് ചൂടായ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതും ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് എന്തിനേക്കാം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഗൈസ് കടുക് കാണിച്ചു കൊടു. കടുകാണ് ഇടുന്നത്. കടുകലോട്ട് ഇട്ട് കൊടുക്കാം. അത് പൊട്ടുന്നുണ്ട്. അതാണ് ഞാൻ എൻ്റെ അകത്തോട്ട് പോകത്ത് പേടിയാവുന്നു. നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടോ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇടാം. സൗണ്ട് എന്താണെന്ന് അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല ഒന്ന് കാണിക്കും. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ വയ്യ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനാണ് ഇളക്കുന്നത്. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാതെ അതെ മീൻ തോരൻ നമുക്കിവിടെ റെഡിയായി. നമുക്ക് ഇതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാതെ കുക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. വീഡിയോ ഓക്കെ. ഇതാണ്ട് വെള്ളം പറ്റി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് നോക്കാറില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാതെ അമ്മ അത് എടുക്കണേ. കുറച്ച് എടുക്കുന്നു മതി. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് നോക്കാതെ ഭയങ്കര ചൂട്.
നമുക്ക് മീനുള്ള പ്രശ്നം. ഭയങ്കര ചൂട്. അല്ല ഞാൻ മീനും ആ ഒരു അരപ്പ് എടുത്ത് വായിലോട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ്. കുറച്ച് അമ്മയ്ക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വേറെ എടുക്കാം. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം. ചൂടായി. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. നമുക്ക് അടുത്ത രസം കൂടി നോക്കാം. രസം എന്തിനായി നോക്കാം. ഗായ്സ്, ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഗായ്സ്. തിന്നോണ്ടിരിക്കണം. എൻ്റെ ഒരു ഇത് ഇതല്ലാതെ കഴിക്കാനും കൊള്ളാം, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓണാക്കണം. രസത്തിന് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അടുത്ത് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൗവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ അതിലോട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെട്ടം കുറവുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു നുള്ള ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങ് പോയതുകൊണ്ട് വെട്ടമില്ല. നമുക്കിത് ഇളക്കി കൊടുക്കാം. ശകലം ജീരകം കൂടി ഇട്ടിട്ട് വേണം ഇളക്കാൻ, അല്ലേ? തീർന്നോ? അത് ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചു. മീൻ തോന്നി നല്ലപോലെ ഇരിക്കും. പച്ചമണമൊന്ന് കെട്ടതിന് ശേഷം മുളകിൻ്റെ പച്ചമണം കെട്ടതിന് ശേഷം അത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പലരും പല രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെ ഏത് നാട്? നമ്മളത് കൊല്ലനാട്. കൊല്ലനാട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. കൊല്ലനാട്ടിൽ പലരും പല കൊല്ലനാട്ടിൽ ഇത് കൊല്ലനാട്ടിൽ കുറേ സ്ഥലമുണ്ടല്ലോ, അവിടെ പലരും പല രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ നമ്മളെ രീതി വെക്കുന്നു. തക്കാളി ഞെവടി പിഴിഞ്ഞ് ചേർക്കുന്നവരുണ്ട്, തക്കാളി മിക്സിയിൽ ഉടയ്ക്കുന്നവരുണ്ട്, പുളി ചേർക്കുന്നവരുണ്ട്. നമ്മളിതിപ്പോൾ തക്കാളി മാത്രം ചേർക്കും. നമ്മൾ എല്ലാ രീതിയിലും വെക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. പുളി ചേർത്ത് വെക്കൂലേ അമ്മ? ഇതിൻ്റെ പേരും തക്കാളി ഏതെങ്കിലും പുളി ചേർത്തും വെക്കും കേട്ടോ. അതിനെല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറയാം, എൻ്റെ അമ്മയ്ക്കും ഭയങ്കര കൈപ്പുണ്യമാണ്. എല്ലാവരും കൊതുവിട്ടാണ് ഇപ്പോൾ ഭയങ്കരക്ക് ഒരു ടേസ്റ്റും ഇല്ല. ചുമ്മാ കഴിച്ചെല്ലാം നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ചൂടോടെ തന്നെ നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ ഒരു മാതിരി ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന് ഞാൻ പറയുന്നു. ഇതിലോട്ട് നമുക്കിനി ഉപ്പും കൂടി ഇട്ടാം. ഗായ്സ് അതിൻ്റെ ഉപ്പാണ് എല്ലാവരും ആവശ്യമനുസരിച്ചൊക്കെ ഇട്ടണേ. ഉപ്പ് കുറയ്ക്കണമെങ്കിൽ ഉപ്പ് കുറയ്ക്കാം, കൂടുന്നവർ കൂട്ടി കൊടുക്കാം. ഇതൊക്കെ നമ്മളെ രീതിയിൽ നമ്മളെല്ലാം ചേർക്കും. ഇനി ഇത് തിളക്കട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്ത് കായ ഇട്ടിട്ടുണ്ട്. കായ അതിൻ്റെ അടിയിൽ പോകാൻ തോന്നുന്നു. നമ്മൾ എടുക്കുന്ന മുമ്പ് നമ്മൾ ഇട്ട് കൊടുത്തു ഗൈസ്. അത് സാരമില്ല, കായ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത രസത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. കുറച്ച് രസം ഇട്ടിട്ടുണ്ട്. ഇതോടെ നമ്മൾ വെച്ച കൈ വെന്തു. നല്ല ചൂട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. അപ്പം എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.